പ്രതീക്ഷിക്കുന്ന സമയത്ത് ചില വിടുതലുകൾ സംഭവിക്കാതിരിക്കുമ്പോൾ നിരാശപ്പെടാറുണ്ട് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇന്ന് കർത്താവ് തരുന്ന ആലോചന, നമ്മുടെ ദൈവത്തിന്റെ കരുതൽ ഒരിക്കലും നാം ചിന്തിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും ഒക്കെ ഒരുപാട് അപ്പുറമാണ്, വലുതുമാണ്. ഹല്ലേലൂയ. കാരണം 139 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ദൈവം എത്ര ആഴമായി നമ്മെ സ്നേഹിക്കുന്നു, എത്ര ദൈവത്തിന്റെ എത്രമാത്രം വലിയ പദ്ധതിയാണ് നമ്മളെ കുറിച്ച് ഉള്ളതെന്നുള്ളതാണ്. നോക്കിക്കോണം, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞു. ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. അപ്പൊ ദൈവം നേരത്തെ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടവൻ, ഞാൻ ഏതുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തവൻ, തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചൊരു ദൈവം. അങ്ങനെ ഒരു ദൈവം എൻ്റെ ഓരോ വിഷയത്തിലും ഇടപെടാതിരിക്കുമോ? പ്രാർത്ഥിക്കുന്ന ഞാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ഞാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന ഞാൻ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ദൈവം ഓടിപ്പോകുമോ? ദൈവം മാറിപ്പോകുമോ? ദൈവം കൈവിടുമോ? ഒരിക്കലുമില്ല. ഇത്രമാത്രം ആഴമായി, ഇത്രമാത്രം നമ്മെ നന്നായി അറിയുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി തടസ്സങ്ങൾ, ചില മറുപടികൾ പെട്ടെന്ന് കാണത്തില്ല, തടസ്സങ്ങൾ കാണും. നമുക്കറിയില്ല അതിന്റെ കാരണം എന്താന്നുള്ളത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ദൈവത്തിനൊന്നും താമസമല്ല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ദൈവം എല്ലാം അവന്റെ സമയത്ത് ക്രമീകരിച്ചു വെച്ചിരിക്കുക. യെശയ്യാപ്രവാചന പുസ്തകത്തിൽ 49 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ പരിചിതമായ വാക്യമാണ്. നമ്മൾ പറയാണ്, ദൈവം നമ്മളെ മറന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് മറുപടി വന്നിട്ടില്ല, ദൈവം എന്നെ മറന്നു കളഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നു, സിയോനോ യഹോവയെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. കർത്താവ് ചോദിക്കുക, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ വരച്ചിരിക്കുക. അപ്പൊ എന്നെ ദൈവം കൈ എടുത്ത് നോക്കുമ്പോൾ എന്നെ കാണുന്നുണ്ട്. ഞാൻ അവന്റെ കയ്യിലിരിക്കുക, ദൈവത്തിന്റെ കയ്യിലെ വരയാണ്. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെടാതിരിക്കുമോ? എന്നെ കാണുന്നില്ലെന്നോ, എന്നെ അറിയുന്നില്ലെന്നാണോ? തീർച്ചയായും നിങ്ങളെ അറിയുന്നുണ്ട്, തീർച്ചയായും നിങ്ങളെ കാണുന്നുണ്ട്. ദൈവം അറിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകലതും അറിയുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടി ദൈവം ചേർത്ത് നിർത്തുകയാണ്. ഹല്ലേലൂയ. ദൈവം മറക്കത്തില്ല. 136 സങ്കീർത്തനം 23 വാക്യം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. നമ്മുടെ ദൈവം നമ്മളെ ഓർക്കും, അവൻ നമ്മളെ കൈവിടില്ല. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകത്തിൽ ശമൂവേൽ ജനിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കാണണം. ഈ ഹന്നയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 1 ശമൂവേൽ 1 അധ്യായം 19 വാക്യം. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഏൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു, യഹോവ അവളെ ഓർത്തു. ആമേൻ. ഒരുപാട് കാലങ്ങളായിട്ട് തലമുറ ഇല്ലാതിരുന്നപ്പോൾ നിന്റെ ദൈവം എവിടെ, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി ഇല്ലാത്തതെന്നൊക്കെ പലരും കളിയാക്കിയ ഒരു വ്യക്തിയാണ് ഹന്ന. പക്ഷെ അവൾ പ്രാർത്ഥന നിർത്തിയില്ല. തക്ക സമയമായപ്പോൾ ദൈവം അവളെ ഓർത്തു എന്ന് എഴുതിയിരിക്കുന്നു. ഓർത്തു. ആമേൻ. അതെ, ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ദൈവം ഒരിക്കലും നമ്മളെ മറക്കുകയില്ല. ഏറ്റവും സ്നേഹിക്കുന്നവരും പ്രിയപ്പെടുന്നവരും മറന്നാലും ഈ കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കില്ല. ദൈവം ഹന്നയെ ഓർത്തു. ഹല്ലേലൂയ. നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദകളെ, മുഷിച്ചിലുകളെ, മറ്റുള്ളവർ നിങ്ങളെ മുഷിപ്പിക്കുന്ന കാര്യങ്ങളെ, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. ഒരു ദിവസം ദൈവം ഓർക്കും. ഓർക്കാൻ ഒരു ദിവസമുണ്ട്. ആ ഓർക്കുന്ന ദിവസം
ഇന്ന് വരെ ലോകത്തിൽ സംഭവിക്കാത്ത നിലവാരത്തിൽ ദൈവം അത്ഭുതങ്ങളുമായിട്ടാണ് ദൈവം ഓർക്കുന്നത്. ചില മറുപടികളൊക്കെ തടഞ്ഞു വെക്കുന്നത് വെള്ളം കെട്ടി നിർത്തുന്നത് പോലെയാണ്. ഒരു ദിവസം ആ കെട്ടി നിന്നെല്ലാം ദൈവത്തിന്റെ ശ്വാസം തള്ളിപ്പായിക്കുന്ന നദി പോലെ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നന്മ താമസിച്ചു ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടേണ്ട. സമയമാകുമ്പോൾ അത് നമുക്ക് ഗുണത്തിന് വേണ്ടി ദൈവം നമുക്ക് ചേർത്ത് തരും. അവനൊന്നും മറന്നു കളയത്തില്ല, അവനൊന്നും വിട്ടുകളയത്തില്ല, അവൻ കുറയ്ക്കത്തില്ല. ആമേൻ. പുറപ്പാട് പുസ്തകം 2-24-25 വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ കഷ്ടതയെ കുറിച്ച് എഴുതിയിരിക്കുക. അവർ കഷ്ടപ്പെട്ട് ദൈവങ്ങളുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു, ദൈവം ഓർത്തു, തന്റെ ജനത്തെ ഓർത്തു. തന്റെ മക്കൾ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത സത്യം ദൈവം ഓർത്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നീതി ഓർക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ചില കാര്യങ്ങൾ ദൈവം ഓർക്കാറുണ്ട്. അത് ഓർക്കട്ടെ. അതിന് സമയമാകുമ്പോൾ ദൈവം ഒരു വലിയ വിടുതൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. 136 സങ്കീർത്തനം 23 വാക്യം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദൈവം എന്നേക്കുമുള്ളത്. ഈ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. അവൻ മറക്കില്ല, നമ്മുടെ പ്രാർത്ഥന മറക്കില്ല. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ, തന്റെ ദൈവമെങ്കിൽ എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. തന്റെ ദയ എടുത്തു കളയാത്ത ദൈവം. ഹല്ലേലൂയ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത അഭിവൃദ്ധിയും നന്മയും അതിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ഇന്നും അത് കാണുന്നില്ലേ? ഇസ്രായേലിന്റെ മേലുള്ള ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ദൃഷ്ടി അതിന്നും ദൈവം അങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത് തന്റെ ജനത്തെ. അവനൊരിക്കലും നിങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ലെന്ന് ഇസ്രായേലിന്റെ ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ദൈവം ഉറപ്പ് കൊടുക്കുന്നത്, ഞാൻ ഒരിക്കലും അന്ന് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ഞാൻ ഒരിക്കലും മറക്കില്ല. ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങളോട് ദൈവം ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ മറക്കുന്നില്ല, ദൈവം മറക്കുന്നില്ല. അതിനെല്ലാം മറുപടി ദൈവം വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം എഴുന്നേൽക്കും. ആ സമയത്ത് ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ദൈവം മറക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ ഓർക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്ന സമയത്തുകൂടി നീ ഞങ്ങളെ കണ്ടതാണ്. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അതെല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ച് ഞങ്ങളെ നിന്റെ പദ്ധതി പ്രകാരം നടത്തുവാൻ തീരുമാനിച്ച ദൈവമാണ്. ആ കർത്താവിന്റെ കയ്യിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സന്ദേശം കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവം അവരെ ഓർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളിൽ വിഷമങ്ങൾ തള്ളിക്കളയാതെ അവരെ ഓർത്ത് അവരെ ആദരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് അവരുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ ഓർക്കട്ടെ, നന്മ ഉണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ നമ്മെ ഓർക്കും, തക്ക സമയത്ത് നമുക്ക് വേണ്ടി കടാക്ഷിക്കും. God bless you. Have a blessed day.